ഈ ശഅബാൻ മാസം എന്തിനാണ് അല്ലാഹു നമുക്ക് തന്നത്? ലിതത്ഹീരിൽ ഖുലൂബ്, ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ഹൃദയത്തിൽ പകയില്ലെന്ന് പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ അഹന്തയില്ലെന്ന് പറയാൻ കഴിയോ? ഹൃദയത്തിൽ ദമ്പ് വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ അതുപോലെ തന്നെ അസൂയയും പകയും ദമ്പും അഹങ്കാരവും അഹന്തയും ഉൾനാട്യവോ പ്രകടനപരതയും വന്നിട്ടില്ലെന്ന് പറയാൻ കഴിയോ? ഹൃദയത്തിന്റെ പാപങ്ങൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. ഈ നമ്മളാണോ റമളാൻ സ്വീകരിക്കാനിരിക്കുന്നത്? ഈ റമളാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് സ്വീകരിക്കുക? അള്ളാന്റെ അതിന് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് സന്തോഷത്തോടെയാണെന്ന് പറയാൻ നമുക്ക് കഴിയോ? ഒരു അതിഥിക്ക് ഇഷ്ടമില്ലാത്തത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു പോകുമ്പോ, റജബ് മാസം കടന്നു പോകുമ്പോ ശരീരത്തിന്റെ അവയവങ്ങളെയും ഹൃദയത്തിന്റെ പാപങ്ങളെയും നിങ്ങളുടെ പാപത്തിൽ നിന്ന് എന്റെ പാപത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ടില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ടെങ്കിൽ വല്ലാഹി റമളാൻ നമുക്ക് ഖൽബിനെ ശുദ്ധീകരിക്കാത്ത ശഅബാൻ കടന്നുപോയ, ശരീരത്തെ ശുദ്ധീകരിക്കാത്ത റജബ് കടന്നുപോയ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ റൂഹിനെ സംരക്ഷിക്കാൻ, നമ്മുടെ റൂഹിനെ സംശുദ്ധീകരിക്കാൻ ഈ റമളാന് കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ റമളാൻ മാസം നാളെ പ്രതികൂല സാക്ഷിയാണ്. അങ്ങനെ റമളാൻ മാസം നാളെ പരലോകത്ത് പ്രതികൂലമായ സാക്ഷി എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അള്ളാന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ അദാബിന്റെ മലായികത്തുകളെ ശിക്ഷിക്കുന്നത് കാണുകയാ. ഇങ്ങനെ കഠിനമായ ഭീകരമായ ശിക്ഷ കൊടുക്കുന്നത് അള്ളാന്റെ ഹബീബ് കാണുമ്പോ ചോദിച്ചു, ഇതെന്റെ ഉമ്മത്തല്ലേ? ഈ ഉമ്മത്തുകളിൽപ്പെട്ട അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് എന്റെ ബാധ്യതയല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് ശഫാഅത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യനെ ശഫാഅത്തിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വാനലോകത്ത് നിന്നൊരു മലക്കിന്റെ വിളി വരികയാണ്, യോ പ്രവാചകരെ, ഇന്ന ഖസ്മഹു റമളാൻ, ആ മനുഷ്യന്റെ പ്രതിയോഗി റമളാനാ. ആ മനുഷ്യനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന വാദി ആരെന്നറിയോ? അത് പരിശുദ്ധമായ റമളാനാണ്. പൊന്നാര ഹബീബ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? ഇന്നി ബരീഉം മിമ്മൻ ഖസ്മുഹു റമളാൻ. റമളാനാരുടെ പ്രതിസ്ഥാനത്താണോ, റമളാനാരുടെ പ്രതിയോഗിയാണോ, അവനെ ശഫാഅത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ നന്നായിട്ട് നമുക്ക് ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ച നാളെ ശഫാഅത്തിന് അല്ലാഹുവിന്റെ ഹബീബ് വരൂല. റമളാൻ നല്ലതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തിന്റെ പേരിലാണ്? ശഅബാൻ മാസം നമ്മുടെ ഹൃദയം ശുദ്ധിയാകാത്തതിന്റെ പേരിലാണ്. ആ ശഅബാൻ മാസത്തിൽ ഹൃദയം ശുദ്ധിയാകാത്തത് എന്തിന്റെ പേരിലാണ്? കഴിഞ്ഞു പോയ റജബ് മാസം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാത്തതിന്റെ പേരിലാണ്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ റമളാൻ എന്ന അതിഥി കടന്നു വരുന്നതിന് മുമ്പ് ആ അതിഥിക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുക. ഇപ്പോഴും പല മഹല്ലുകളിലെ തറാവീഹിന് ഇമാമത്ത് നിൽക്കണം എഴുതി, ഒന്നാമത്തെ പത്തിൽ എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കണം എഴുതി, എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എത്രയോ കിലോ കണക്കിന് ഈത്തപ്പഴം ഇങ്ങനെ കൊണ്ടിറക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഈത്തപ്പഴം ഇങ്ങനെ അട്ടിയായി അതിന്റെ ബോക്സുകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. റമളാൻ മാസത്തിന്റെ കഞ്ഞി ആരുണ്ടാക്കണം? ഇപ്പോഴേ ബുക്ക് ചെയ്തു ഭണ്ഡാരിയെ, ഇല്ലേ? എത്ര കിലോ അരിക്കാണ് കഞ്ഞി വെക്കേണ്ടത്? തീരുമാനം എടുത്തു കഴിഞ്ഞു. കഞ്ഞി കൺവീനർ ആരാ? റമളാൻ കൺവീനർ ആരാ? തറാവീഹ് കമ്മിറ്റി ചെയർമാൻ ആരാ? എല്ലാ കമ്മിറ്റിയിലും മിനിറ്റ്സ് പാസ്സാക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ശഅബാനിൽ നമ്മുടെ ഹൃദയം പരിപാവനമായിരുന്നു? കഴിഞ്ഞ റജബിൽ നമ്മുടെ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പാപത്തിൽ നിന്ന് ശുദ്ധിയായിരുന്നോ? ഇല്ല എങ്കിൽ ആ അതിഥി നല്ലതുപോലെ നമ്മുടെ വീട്ടിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വേണ്ട. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അതിഥി വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, അതൊക്കെ ശരിയാ. ആ അതിഥി റമളാൻ ആകുമ്പോൾ നമ്മുടെ ശരീരം നിഷിദ്ധമാക്കപ്പെടുന്നത് നരകത്തിൽ നിന്നാണ്, അതെല്ലാം ശരി. ആ റമളാൻ എന്ന അതിഥി വരുന്നതിന് മുമ്പ് നമ്മൾ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയോ? വെറുതെയാണോ? അല്ലാഹു വേറെ ഏത് മാസം അങ്ങനെയുള്ള നിങ്ങളൊന്ന് പറയും. റബീഉൽ അവ്വൽ മാസത്തിന്റെ 2 മാസം മുമ്പ്
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ റബീഉൽ അവ്വലിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ഖുർആനോ ഹദീസോ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഹജ്ജ് മാസത്തിന്റെ ആ ഹജ്ജുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ മാസമായി നമ്മൾ എണ്ണപ്പെടുന്ന ദുൽഹിജ്ജയും ദുൽഖഅദയും അതുപോലെ തന്നെ ശവ്വാലിന്റെ പകുതിക്ക് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മാസങ്ങൾ ഹജ്ജിന്റെ മാസമാണ്, ഹജ്ജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട മാസമാണ്. പക്ഷേ റമളാനിലൊന്നും ഹജ്ജിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് പള്ളികളിൽ. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് കോട്ടയിൽ ഹജ്ജിന് പോകുന്നവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രേരണ നമ്മൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. റമളാൻ അങ്ങനാണോ? റമളാൻ വരുന്നതിന് 60 ദിവസം മുമ്പ് തുടങ്ങിയില്ലേ? റമളാൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അതിങ്ങനെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഇമാം റമളാൻ എന്നൊരു ഇമാം ദുആരക്കാതെ എഴുന്നേറ്റ് പോയാൽ ആ ഇമാമിനെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാനും ആ ഇമാമിനെതിരെ കുതിര കയറാൻ വേണ്ടിയിട്ട് നാട്ടുകാര് തയ്യാറാകുന്നു. പക്ഷേ ഈ റജബിൻ അല്ലെങ്കിൽ ശഅബാൻ എന്നോ അല്ലെങ്കിൽ റമളാൻ എന്നോ പറഞ്ഞപ്പോൾ അതെന്തിനു പറഞ്ഞു? ഞാൻ നന്നാകണം എന്നതിനെ പറ്റിയുള്ള ചിന്ത ഇന്ന് വരെ ആർക്കെങ്കിലും ഉണ്ടായോ? ഇല്ല. പോട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, നമ്മൾ അതിഥികൾ വരുന്നതിന് മുമ്പ് ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റിവെക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ പിന്നെ ചെയ്യുന്നത് ആദ്യം സന്തോഷം രേഖപ്പെടുത്തി, രണ്ടാമത് ആവശ്യമില്ലാത്തതൊക്കെ നീക്കം ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു അതിഥി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാത്തിരിക്കും, നമ്മൾ വഴിക്കണ്ണ് നോക്കിയിരിക്കും. പിന്നെ ഏത് വാഹനം ഹോൺ ചെയ്തു പോയാലും നമ്മൾ ചിന്തിക്കും, നമ്മൾ പെട്ടെന്ന് ഓടി നമ്മൾ സിറ്റ് ഔട്ടിൽ വരും, നമ്മുടെ അതിഥി വന്നു എന്ന് കരുതിയിട്ട്. ഏത് വാഹനം പോയാലും നമ്മൾ പറയും അവര് വന്നു എന്ന് പറയും. പക്ഷേ അവരായിരിക്കില്ല വന്നത്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നു, കാണാനുള്ള കൗതുകത്തോടെ ആ അതിഥിയെ നമ്മൾ വീടിന്റെ മുറ്റത്തിറങ്ങി നിന്ന് കാതോർത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു ആ അതിഥിയെ ഒന്ന് കാണാൻ. നാളത്തെ മഗ്‌രിബിന്റെ സമയത്ത് സുന്നത്തായ ഒരു ഇബാദത്ത് എന്താണെന്നറിയോ? നമുക്ക് ആർക്കെങ്കിലും ആ സുന്നത്തായ ഇബാദത്ത് ഏതാണെന്നറിയോ? നമ്മൾ എന്ത് വേണം? നാളെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തിറങ്ങി നിന്നിട്ട് മാനത്തേക്ക് നോക്കണം, പിറ കണ്ടോ എന്നറിയാൻ. റമളാൻ മാസത്തിന്റെ പിറ ആകാശ ലോകത്ത് ദൃശ്യമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ട് മേപ്പോട്ട് കണ്ണു നോക്കണം. ഇന്നെന്താ ചെയ്യുന്നത്? ഇറങ്ങി മുകളിലോട്ട് നോക്കുന്നതിന് പകരം വീട്ടിനകത്ത് കയറിയിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. കാരണം മൊബൈലിൽ റിപ്പോർട്ട് വരുന്നുണ്ടോ എവിടെയെങ്കിലും കണ്ടതായിട്ട്. ഇതല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത്? എല്ലാം തലതിരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. സുന്നത്തായ രീതി ഏതാണ്? മൊബൈൽ ഓണാക്കിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ. കാപ്പാട് കടപ്പുറത്ത് പിന്നെ ഹൈദരലി തങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ കേരളത്തിന്റെ കാളിമാരുടെ റിപ്പോർട്ട് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കി കുനിഞ്ഞിരിക്കാനല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സൂമൂലി റുഇയതിഹി, നിങ്ങൾ പിറ കണ്ടാൽ നോമ്പ് പിടിക്കണം. പിറ കാണണമെങ്കിൽ പുറത്തിറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കണം. അത് പ്രത്യേക സുന്നത്തായ ഇബാദത്താണ്. ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് വണ്ടി വരുന്നുണ്ടോ നോക്കൂലേ? അതിഥി വരുമ്പോ നമ്മൾ അതിഥി വരുന്നോ എന്ന് മുറ്റത്തിറങ്ങി നിന്ന് ഗേറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലേക്കും നമ്മൾ തലതിരിച്ച് നോക്കൂലേ അതിഥി വരുന്നോ ഇല്ലയോ എന്ന്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സൂമൂലി റുഇയതിഹി, അല്ലാഹുവിന്റെ അതിഥി എന്ന പരിശുദ്ധമായ റമളാൻ നിങ്ങൾക്ക് വരുന്നോ എന്ന് അറിയാൻ നിങ്ങളെ പിറ ദൃശ്യമായോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. ആ പിറ കണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. നിങ്ങൾക്കത് പുണ്യമാണ് എന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യമായ ഇബാദത്ത് നമ്മൾ കളയുകയാണ്. അതുകൊണ്ട് നാളെ മഗ്‌രിബ് കഴിയുമ്പോൾ ഏത് കാലം പ്രഖ്യാപിക്കുന്നതും നമ്മൾ മൊബൈലിലൂടെ അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട. അങ്ങനെ വന്നോട്ടെ, നമ്മളത് സ്വീകരിക്കണം. പക്ഷേ അത് നമുക്ക് കൂടി അതിന്റെ പുണ്യം ലഭിക്കാൻ വെറുതെ മുറ്റത്തിറങ്ങിയിട്ട് മാനത്തൊന്നു നോക്കുമോ? അത് പ്രത്യേകിച്ച് പുണ്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണങ്ങാന, ഏതെങ്കിലും ഒരു സ്ത്രീയങ്ങാന, ഏതെങ്കിലും ഒരു വിശ്വാസിനിയായ സ്ത്രീ തന്റെ വീട്ടുമുറ്റത്തിറങ്ങി നിന്ന് സുന്നത്തായ കർമ്മം നിർവഹിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു പിറയങ്ങാന കണ്ട പെട്ടെന്ന് തന്നെ ആ പെണ്ണ് അടുത്ത ഒരു സ്ത്രീയെ കൂടെ വിളിച്ചിട്ടതൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം
പുരുഷനാണെങ്കിൽ ഒരാൾ കണ്ടാൽ മതി, സ്ത്രീകളാണെങ്കിൽ ഹനഫി മദ്ഹബിൽ അങ്ങനെയല്ലേ, രണ്ടുപേര് കാണണം. കാരണം എന്താ? നാഖിസാത്തുൽ അഖ്ലി വദ്ദീനി, ദീനും കുറവാണ് ബുദ്ധിയും കുറവാണ്. ആർക്ക്? സ്ത്രീകൾക്ക് ബുദ്ധിയും കുറവാണ്. നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നണ്ട, ഇത് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാ. 11 ഭാര്യമാരെ എങ്ങനെ ജീവിക്കണം, ഭാര്യമാരോട് എങ്ങനെ കഴിയണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, നാഖിസാത്തുൽ അഖ്ലി, ബുദ്ധി കുറവാണ്. അതുകൊണ്ടാണ് സാക്ഷി നിൽക്കുമ്പോ ആണുങ്ങൾ ഒരാൾ നിൽക്കേണ്ടിടത്ത് പെണ്ണുങ്ങൾ 2 പേര് നിൽക്കണം. ഒദ്ദീനി, അവർക്ക് ദീനം കുറവാണ്. 30 ദിവസത്തെ നോമ്പ് അവർക്ക് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് ഒരാഴ്ച നോമ്പ് പോവും. നമസ്കാരം എന്നും നിർവഹിക്കാൻ പറ്റൂല. അവർക്ക് ചിലപ്പോ വിശുദ്ധമായ ഉംറയ്ക്ക് പോയാൽ പലപ്പോഴും അവർക്ക് പരിശുദ്ധമായ ഉംറകൾ അല്ലെങ്കിൽ അവർക്ക് പരിശുദ്ധമായ ഇബാദത്തുകൾ അവരുടെ റൂമിൽ ഇരുന്ന് ചെയ്യേണ്ടി വരുന്നു. അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു ചെറിയ ന്യൂനത, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഒരു ദുർബലത, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തൊരു ബലഹീനത. അതുകൊണ്ടാണ് പറഞ്ഞത് അവര് ദീനിന്റെ വിഷയത്തിൽ ഒരു പിന്നിലാണ്. പക്ഷെ ഒരിക്കലും വിഷമിക്കണ്ട. പുരുഷന്മാരെ തസ്ബീഹ് കൊണ്ട് പള്ളിക്കകത്ത് 60 വർഷം ഒരു പുരുഷായുസ് മുഴുവൻ നടന്നാലും കിട്ടാത്ത പ്രതിഫലം ലേബർ റൂമിലെ ഒരൊറ്റ മിനിറ്റ് ഞരക്കം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കും, ഒരൊറ്റ പ്രസവം കൊണ്ട് നേടിയെടുക്കും. അതും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും വലിയ മഹത്വം പെണ്ണിനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കഴിവിന്റെ പരമാവധി മുറ്റത്തിറങ്ങി നിന്ന് അതിഥിയെ നോക്കുന്നത് പോലെ നമുക്കതിന് കഴിയണം. അതൊരു ഇബാദത്താണ്. അങ്ങനെ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ ഓരോരുത്തരും ആ അതിഥിയെ നോക്കി നിൽക്കുമ്പോൾ കടന്നു വന്നു. ആ പരിശുദ്ധമായ അതിഥി കടന്നു വരുമ്പോൾ നാളത്തെ വൈകുന്നേരം സായാഹ്നത്തിലെ പിറയങ്ങാനം സൂര്യനസ്തമിക്കുന്ന സമയത്ത് ദൃശ്യമായി കഴിഞ്ഞാൽ ആ പരിശുദ്ധമായ ദിവസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു അതിഥിയെ വഴിക്കണ്ണ് നോക്കി നിൽക്കുന്നവന് അതിഥി കടന്നു വരുമ്പോ മുറ്റപ്പിറങ്ങിയിട്ട് സ്വീകരിച്ച് നേരെ കൊണ്ടിരുത്തുന്നത് അടുക്കളയിലല്ല. ആ അതിഥി കടന്നു വരുമ്പോൾ അവന് നേരെ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകൂല. ആ അതിഥിയെ നേരെ പിടിച്ചുകൊണ്ടുവന്ന് ഏതെങ്കിലും ബെഡ്റൂമിൽ എത്തില്ല. ആ അതിഥി കടന്നു വരുമ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ? മനോഹരമായ വിധാനിച്ചിട്ടുള്ള മനോഹരമായ കുഷന്റെ ചെയറുകൾ നിരത്തിയിട്ടുള്ള വിസിറ്റിംഗ് റൂമിനകത്ത് കൊണ്ടിരുത്തുകയാ. ഏറ്റവും നമ്മുടെ റൂമിൽ, നമ്മുടെ വീടുകളിൽ ഏറ്റവും മനോഹരമായ കാണാൻ കൗതുകമുള്ള ആ റൂമിനകത്ത് അതിഥിയെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരുത്തൂലേ? പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ? അള്ളാന്റെ അതിഥി എന്ന റമളാൻ കടന്നുപോ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്. ഒരിക്കലും അതിഥിയെ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇരുത്തുന്നത് പോലെ, ഇരുത്താത്തത് പോലെ നമ്മളാരും അതിഥിയെ ആകുന്ന റമളാനെ കൊണ്ടുവന്ന് വാക്യകത്തിരുത്തണ്ട. ഇന്ന് പലർക്കും വായിൽ മാത്രമാണ് നോമ്പുള്ളതല്ലേ, ഒരു തുള്ളി ജലപാനം നടത്തൂല, ഒരു ഈത്തപ്പഴം പോലെ കഴിക്കൂല. രുചി നോക്കുന്ന, ഉപ്പ് നോക്കുന്ന സഹോദരിമാരെ പോലെ എത്രയോ പ്രാവശ്യമാണ് കാർക്കിച്ച് തുപ്പുന്നത്. എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ഒന്ന് നീരങ്ങാൻ തൊണ്ട താഴെ ഇറങ്ങിപ്പോയാൽ അവരുടെ നോമ്പങ്ങ് നിഷ്ഫലമായി പോകുമെന്ന് മനസ്സിലാക്കിയിട്ടവര് സൂക്ഷ്മതയോടെ അവര് പരിശുദ്ധമായ നോമ്പാകുന്ന അതിഥിയെ സ്വീകരിച്ചിരുത്തുന്നത് വായിലും വയറിലുമാണ്. അവര് പട്ടിണി കിടക്കുന്നുണ്ട്, പക്ഷേ കാതുകളിലൂടെ കേൾക്കുന്നത് എത്രയോ മോശമാണ്, അവിടെ നാവുകൾ കൊണ്ട് പറയുന്നത് എത്രയോ മോശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ, പ്രിയപ്പെട്ട സഹോദര, പരിശുദ്ധമായ റമളാൻ അള്ളാന്റെ അതിഥി ഇരുത്തേണ്ടത് ഏറ്റവും മനോഹരമായ റൂമിനകത്താ, ഏറ്റവും ദാനിച്ചിട്ടുള്ള റൂമിനകത്താ. അതെവിടെയെന്നറിയോ? റമളാൻ മാസത്തെ ഇരുത്തേണ്ട സ്ഥലം എവിടെയെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് കണ്ണിലല്ല ഇരുത്തേണ്ടത്, കാതിലല്ല, നാവിലല്ല, വായിലല്ല, വയറിലല്ല, കാലിലല്ല, കയ്യിലല്ല. എവിടെയാ നമ്മൾ റമളാൻ ഇരുത്തേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുൽഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ഇദാ സലഹ സലഹൽ ജസദ് ഇലാ സലഹത്ത്
സലഹൽ ജസദു കുല്ലുഹു. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാവുന്നതാണ്. അത് മോശമായാൽ വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് മോശമായാൽ എല്ലാ അവയവങ്ങളും മോശമാകുന്നതാ. ആ അവയവമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കോ ശരീരാകാര സൗഷ്ഠവത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മനോഹരമായ പേശികളിലേക്കോ മസിൽ പവറുകളിലേക്കല്ല അല്ലാഹു നോക്കുന്നത്. എവിടെയാണല്ല നോക്കുന്നതെന്നറിയോ? നിങ്ങളുടെ മനോഹരമായ സൗന്ദര്യം തുളുമ്പുന്ന നിങ്ങളുടെ മുഖത്തേക്കല്ല. എവിടെയാണ് അല്ലാഹു നോക്കുന്നത്? വിശ്വാസിയുടെ ഹൃദയത്തിലാ. അവന്റെ ഹൃദയത്തിലാണ് അല്ലാഹുവിന്റെ നോട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ നോമ്പെന്ന അതിഥിയെ പിടിച്ചിരുത്തേണ്ടത് ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ ഇരിപ്പിടം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്റെ സഹോദരങ്ങളെ. ഹൃദയമെന്ന് പറയുന്നത് രാജാവാണ്. ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പ്രജകളാണ്. എന്താണോ ഹൃദയമെന്ന രാജാവ് കൽപ്പിക്കുന്നത് അതാണ് പ്രജകളാകുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയാ നമ്മൾ റമളാൻ എന്ന അതിഥിയെ ഇരുത്തേണ്ടത്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. വാരിയല്ല കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ നമ്മൾ റമളാൻ എന്ന അതിഥിയെ ഇരിപ്പിടം നൽകി സൗകര്യപ്പെടുത്തിയിട്ട് ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെയാ നമ്മൾ റമളാൻ മാസത്തെ ഇരുത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എത്ര ആളുകൾക്കാണ് നോമ്പുണ്ട്, പക്ഷേ നോമ്പിന്റെ ചൈതന്യമില്ല. നോമ്പിന്റെ ചൈതന്യമില്ല. അവർക്ക് നോമ്പുണ്ട്, പക്ഷേ അവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു ദിർഹം എടുത്തു കൊടുക്കാൻ, ഒരു രൂപ എടുത്തു കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. കാരണം അവരുടെ നോമ്പെന്ന അതിഥി വന്നിരിക്കുന്നത് വായിലും വയറിലും മാത്രമാണ്. അവന്റെ റമളാൻ എന്ന അതിഥി ഹൃദയത്തിലാണ് ഇരുത്തിയതെങ്കിൽ തീർച്ച സദഖകൾ അവന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതാ. അവനാരെയും മോശമായൊന്നും പറയില്ല. മോശമായി ജനങ്ങളെ പറ്റി പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കില്ല. റമളാൻ മാസത്തിന്റെ പ്രത്യേകതയാണ് നാട്ടിലുള്ള സർവരും പള്ളിയിൽ വരിക എന്നുള്ളത്. അത് അന്ന് കഞ്ഞി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല. ഒന്നാമത്തെ രാവിന്റെ തന്നെ പ്രത്യേകതയാണ് സുഫിദത്ത് ശൈത്താന്മാരെ പിടിച്ച് അല്ലാഹു ബന്ധനസ്ഥനാക്കുകയാ. എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ട് പൂട്ടുകയാ. അങ്ങനെ പൂട്ടപ്പെടുന്ന ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട തന്റെ ശൈത്താൻ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ പള്ളിയിലേക്ക് റമളാൻ മാസത്തിൽ കടന്നു വരുന്നു. ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട, കഞ്ഞി കുടിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ ശഅബാനില് കഞ്ഞി വെച്ച് നോക്കാള് പള്ളി കയറോന്നറിയാ, അല്ലെങ്കിൽ ശവ്വാലില് കഞ്ഞി വെച്ച് നോക്കാള് പള്ളി കയറോന്ന് നോക്ക്. ഇല്ല, റമളാൻ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആളുകൾ പള്ളിയിൽ വരുന്നത്. ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വഖ്ത് നിസ്കാരം കഴിഞ്ഞാൽ ളുഹർ കഴിഞ്ഞാൽ ഓടുന്നത് ചോറ് കഴിക്കാനാ. പക്ഷെ റമളാനാകുമ്പോ അങ്ങനത്തെ ഒരു ഓട്ടമില്ലല്ലോ. അസർ കഴിഞ്ഞ് ചായ കുടിക്കാൻ ഓടണ്ടല്ലോ. സുബഹി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓടണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പള്ളിയിൽ അവര് ഇഅ്തികാഫിലാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണേ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, എല്ലാവരും പള്ളിയിൽ വരുമ്പോ നൂറ് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ പറ്റിയിട്ട് ഫസാദ് പറഞ്ഞ്, മറ്റുള്ളവരെ പറ്റിയിട്ട് പരദൂഷണം പറഞ്ഞു യേശുനി പറഞ്ഞിട്ട് നമ്മളെങ്ങാന് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന പുണ്യമാകുന്ന അതിഥിയായ റമളാൻ മാസത്തെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റമളാൻ മാസത്തില് അന്യന്റെ മാംസം പച്ചമാസം നമ്മൾ കൊത്തിപ്പറിച്ചിരുന്നാൽ നമ്മുടെ നോമ്പിന് ചൈതന്യമുണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ആളുകൾ കൂടുന്നത് റമളാനിലാണ്, നല്ല സൗകര്യമുള്ളത് റമളാനിലാണ്. അതുകൊണ്ട് പരദൂഷണം പറയുന്നതെന്ന് സൂക്ഷിക്കണേ. ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കണേ. ഇപ്പോഴാണ് തർക്കങ്ങൾ തുടങ്ങുക. നമ്മെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ തുടങ്ങുന്നത് റമളാനിലാണ്. തറാവീഹിന്റെ എണ്ണത്തെ പറ്റി നോട്ടീസുകൾ വരുന്നത്, തറാവീഹിന്റെ എണ്ണത്തെ പറ്റിയിട്ട് വാചാലമാകുന്നത്, മുറിവൈദ്യന്മാര് മനുഷ്യനെ കൊല്ലുമെന്ന് പറയുമ്പോൾ എവിടെന്നോ മലയാളത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച ഏതെങ്കിലും പോസ്റ്റ്മാന്റെ വിദ്യാഭ്യാസം നേടിയ ആളുകൾ വന്നുകൊണ്ട് വലിയ വലിയ മസലകൾ പറഞ്ഞ് 12 വർഷക്കാലം പള്ളി ദർസുകൾ അറബി കോളേജുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത ഉലമാക്കളെ അവഗണിച്ചുകൊണ്ട് മസലകൾ പറയുന്ന പരിശുദ്ധമായ റമളാനിലെ എത്ര സ്ഥലങ്ങളിലാണ് പള്ളികളിൽ പ്രശ്നം
പ്രശ്നമുണ്ടാകുന്നത്. നിർത്തണം എന്റെ പ്രിയപ്പെട്ടവരെ, ചർച്ചകൾ നടക്കുന്നത് പരിശുദ്ധ റമളാനിലാണ്. അതുകൊണ്ട് ആർക്കും കൊണ്ടുവന്ന് നോമ്പ് കൊടുക്കല്ലേ, ആർക്കും കൊണ്ടുവന്ന് നോമ്പ് കൊടുക്കല്ലേ. പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം വരെ, പ്രത്യേകിച്ച് നല്ല കഠിനമായ ചൂട് സമയമാണ്, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉറക്കമുളച്ചിട്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇടകത്താഴം കഴിച്ച് നോമ്പ് നോറ്റിട്ട് അവസാനം വൈകുന്നേരമാകുമ്പോ ഈ നോമ്പെല്ലാം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് വിതരണം ചെയ്തിട്ട് വെറും പട്ടിണി പേക്കോലമായി മാറിപ്പോയാ നാളെ പരലോകത്തെ റമളാൻ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ വരുന്നവര് ഗൗരവത്തോടെ കാണണേ. പരിശുദ്ധമായ റമളാന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ ഈ വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നാവിന് നോമ്പായിരിക്കും, കാതിന് നോമ്പായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് കയർത്ത് സംസാരിച്ച് മോശമായി പറഞ്ഞാൽ അവനോട് പറയണം ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരാളുമായിട്ട് വഴക്കുണ്ടായി, ആ വഴക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? എടാ, എനിക്കിപ്പോ നോമ്പാണ്, നോമ്പ് തുറക്കട്ട് കാണിച്ചു തരാം, നോമ്പ് തുറക്കട്ട് ഞാൻ കാണിച്ചു തരാം എന്നല്ല, മറിച്ച് ഇതൊന്നും ധീരമായിട്ട് ഇവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അൽഹംദുലില്ലാ നല്ല നിലയിൽ കാര്യങ്ങൾ പോകുന്നു നമ്മുടെ ഈ മഹല്ലും പരിസര മഹല്ലുകളിലും. എന്നാൽ ചില പള്ളികളിലൊന്ന് പോയി നോക്കണം, എന്തൊരു ബഹളമാണ്. എവിടെന്നോ 2 ബുക്ക് വായിച്ചിട്ട് 2 or 3 അറിവ് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് 10-12 വർഷം പള്ളി ദറസിൽ ഓതിപ്പടിച്ച, ഇസ്ലാമിക കലാലയങ്ങളിൽ ഓതിപ്പടിച്ച, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച, സർവകലാശാലകളിൽ പഠിച്ച് ബിരുദവും ബിരുദാനന്തരവും നേടിയ ഉലമാക്കൾ, ഏറ്റവും നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നിട്ട് ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എത്ര, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെ, 10-ൽ 3 അങ്ങനെയല്ലേ പറയുന്നത്, 28-ൽ 7 അങ്ങനെയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പള്ളി കയറുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അവരൊക്കെ ഈ മാസം മാത്രമേ വരൂ അല്ലേ? ചില ആളുകൾ അങ്ങനെ ഉണ്ട്, പള്ളിയിൽ വരും. ഒരു ദിവസം ഒരു പള്ളിയിൽ ഒരാൾ വന്നു, ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം പോവുക, പള്ളിയിൽ ചാടിക്കേറി ബാങ്ക് കൊടുത്തിട്ട് മോദിമാമ പാവം എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുക. ബാങ്ക് വിളിച്ചപ്പോ സ്വിച്ച് ഇട്ടു, പെട്ടെന്ന് തന്നെ മോട്ടർ ടാങ്ക് നിറഞ്ഞു. അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ട് വേറെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇയാൾ ഓടി പള്ളി കയറിയിട്ട് ചായ കുടിച്ചോണ്ട് നിൽക്കുന്ന ആളാ. ഓടി പള്ളി കയറിയിട്ട് പറഞ്ഞു, മോദീന് ഇവിടെ ഇല്ലേ, വെള്ളം കളയുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ഓടി പടച്ചു വന്ന് ഈ മോട്ടോർ സ്വിച്ച് ഓഫ് ആക്കി. അപ്പോഴേക്കും ഇക്കാമത്തിന്റെ ടൈമായി. ഇക്കാമത്ത് കൊടുക്കാൻ മോദി പള്ളി കയറിയപ്പോ കാക്ക അപ്പോഴേ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി പള്ളിയിൽ നിന്ന് സ്ഥലം വിട്ടു. കാരണം ഇയാളുടെ ഡ്യൂട്ടി എന്താ? മോദി ഇവിടെ ഇല്ലേ, വെള്ളം കളയുന്ന കണ്ടില്ലേ, ഇത് മാത്രം ചോദിക്കാൻ വിധിക്കപ്പെട്ട ആളാ. നിസ്കാരമൊക്കെ ഇമാമിന്റെയും മോദിന്റെയും ജോലി. ഫിത്ന ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഓടിയെത്തുന്നത് നാട്ടിലെ ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി റമളാനിലാണെങ്കിൽ വെറുതെ പട്ടിണി കിടന്ന് പിടിച്ച നോമ്പ് ആളുകൾക്ക് കൊടുക്കാതെ നമ്മുടെ ഹൃദയത്തിൽ റമളാനെ ഒന്ന് പ്രതിഷ്ഠിക്കുക. എന്നാൽ ഏറ്റവും നല്ല ഇരിപ്പിടം കൊടുത്ത് റമളാൻ മാസത്തെ ഏറ്റവും നല്ല ആനന്ദത്തോടെ നമുക്ക് ഈ റമളാൻ മാസത്തിൽ ചൈതന്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല നിലയിൽ റമളാനെ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായ ദുആരക്കിൽ എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, നാളെ റമളാനായാലും അല്ലെങ്കിൽ മറ്റന്നാൾ റമളാനായാലും നിങ്ങളുടെ ദുആകളിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മുടെയൊക്കെ ദുആകളിൽ പരസ്പരം സ്വാലിഹീങ്ങളുടെ ദുആയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആകൾ, സ്വാലിഹീങ്ങളുടെ ദുആകളിൽ നമുക്ക് സ്ഥാനം നൽകട്ടെ. നമ്മുടെ ദുആകളിൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും സ്വാലിഹീങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ എന്ന അതിഥി വരുമ്പോ ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മൾ ഇരുത്തണം. അത് ഹൃദയത്തിൽ റമളാനെ ഇരുത്തി കഴിയാൻ. നമ്മുടെ അതിഥികൾ വീട്ടിൽ വരുമ്പോ വെറും കൈയോടെ വരില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ നമുക്ക് ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. നോക്കൂ, ഈ പരിശുദ്ധമായ റമളാൻ എന്ന അതിഥി വരുമ്പോ വെറും കൈയോട് കൂടിയിട്ടല്ല നമ്മുടെ മുമ്പിൽ വരുന്നത്. കയ്യിൽ ഏറ്റവും നല്ല ബൃഹത്തായ 5 കിറ്റുകളുമായിട്ടാണ് വരുന്നത്. 5 കിറ്റുകൾ, 5 കൂടുതലുണ്ട്. ഏറ്റവും പ്രധാനമായി 5 കിറ്റുകളുമായിട്ട് പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. നമ്മുടെ അതിഥി കടന്നു വരുമ്പോൾ ആ 5 കിറ്റുകളിൽ ഒന്ന് അവ്വലുഹു റഹ്മ, ആദ്യത്തേത് പരിശുദ്ധമായ കാരുണ്യമെന്ന കിറ്റാണ്.
സമ്മാന പൊതിയുമായിട്ടാണ് വരുന്നത്. രണ്ടാമത്തേതോ ഔസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തേത് മഗ്ഫിറത്താണ്. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10, നരകമോചനത്തിന്റെ 10. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാൻ എന്ന അതിഥി കടന്നു വരുന്ന 4ാമത്തെ കിറ്റേതെന്നറിയോ? അല്ലാഹ് തന്നെ പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അല്ലാഹ് പറയുകയാണ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവുമായിട്ടാ റമളാൻ കടന്നു വരുന്നത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 1000 മാസത്തേക്കാൾ ഇബാദത്ത് എടുത്തുപോയ മുൻഗാമികളെക്കാൾ ഓടി സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയത്തക്കവണ്ണം അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾക്ക് ചൈതന്യം തരുന്ന രാവാണത്. അതേതാണെന്നറിഞ്ഞാൽ അന്ന് മാത്രം പള്ളി നിബിഡമാകൂലേ. അതുകൊണ്ട് തന്നെ അല്ലാഹ് അറിയിച്ചിട്ടില്ല, അന്ന് മാത്രം അങ്ങനെ ഇബാദത്തെടുത്ത് പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടണ്ട. കാത്തിരുന്ന് ഏതാണ് രാവെന്ന് കാത്തിരുന്ന് നേടിയെടുത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തണമെന്ന പടച്ചവന്റെ കൊതിയാ. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ എന്ന പരിശുദ്ധമായ 4ാമത്തെ സമ്മാന പൊതിയുമായി റമളാൻ കടന്നു വരുമ്പോ 5ാമത്തെ പൊതിയതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, ഉൻസില ഫീഹിൽ ഖുർആൻ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ വാർഷികമാണ്, ഖുർആനിന്റെ വാർഷികമാണ്. ഇവിടെ നിസാരമായ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചെറിയ മഹല്ല് പോലും മുടങ്ങാതെ നമ്മൾ ഇവിടെ സ്വലാത്തിന്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. സ്വലാത്തിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോ ഒന്ന് ചോദിക്കട്ടെ, ഒരു മഹല്ലിൽ ചൊല്ലിയ സ്വലാത്തുകളുടെ വാർഷികമാണെങ്കിൽ ലോകത്ത് നമ്മളാക്കി മാറ്റിയ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ലോകത്ത് ഏതൊക്കെ എവിടെയൊക്കെ ഏവന്മാര് എന്തൊക്കെ ഏതൊക്കെ നിലയിൽ എവിടെയൊക്കെ എപ്പോ പറഞ്ഞാൽ ഖുർആനിന്റെ വാചകങ്ങളെ മാറ്റണമെന്ന് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ മുറവിളി കൂട്ടുകയാണ്. ജിഹാദ് എന്ന പദം മാറ്റണമത്രേ, ഹലാൽ എന്ന പദം മാറ്റണമത്രേ, തലാഖ് എന്ന പദം മാറ്റണമത്രേ. ഇവരല്ല, ഇവരുടെ ഒരു 10 തലമുറ വന്നാൽ ഖുർആനിന്റെ ഒരു വള്ളി മാറ്റാൻ കഴിയുമോ? ഒരു പുള്ളി മാറ്റാൻ കഴിയുമോ? ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ ലോകത്തൊരു ഭരണാധികാരികൾക്കും കഴിയൂല. ഇന്ന് സൗദി ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാന് കഴിയുമോ? ഇല്ല. സൗദി ഇമാമാകുന്ന ഹറമുകളുടെ മേധാവി അബ്ദുറഹ്മാൻ സുദൈസിന് കഴിയുമോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലെ ഇമാമിന് കഴിയുമോ? ഇല്ല. ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. എന്തിനേറെ ലോകത്തിന്റെ മുത്തേ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ നെഞ്ച് വിയർത്തുപോയ, ശരീരത്തിന്റെ ഭാഗങ്ങൾ വിയർത്തുപോയ, നെറ്റിത്തടത്തിൽ നിന്ന് വീർപ്പ് കണകങ്ങൾ പൊടിഞ്ഞു വീണുപോയ, ഭയന്ന് വിറച്ചുകൊണ്ട് ഓടി വന്ന് ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന, പുതച്ചിട്ട് മൂടിയിട്ടും പുതപ്പിട്ട് മൂടിയിട്ടും പുതച്ചിട്ടും അതിന്റെ ക്ഷീണം മാറാത്ത, ഭയം മാറാത്ത, അതിന്റെ തളർച്ച മാറാത്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലെ വിശുദ്ധമായ ഖുർആൻ ഹിറാഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ പുറത്തുള്ള ജബലുന്നൂറിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന ഹിറാഗുഹയുണ്ടല്ലോ, ആ ഹിറാഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് ഭീമാകാരനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യബോധനം കൊടുത്തങ്ങൾ. ആ പരിശുദ്ധമായ റമളാൻ, പരിശുദ്ധമായ ഖുർആൻ മാസം അവതരിപ്പിക്കപ്പെട്ടത് ഈ പുണ്യ റമളാനിലാണ്. ഏറ്റവും വലിയ സമ്മാനവുമായിട്ട് കടന്നു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? അതിഥികളെ കൊണ്ടുവരുന്ന സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ വെച്ച് വലിച്ചെറിയാൻ നമുക്ക് കഴിയോ? അത് അവഗണിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ അതിഥി കൊണ്ടുവരുന്ന സമ്മാന പൊതികൾ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ടവരാണ് നമ്മളെങ്കിൽ ആദ്യത്തെ 10 തുടങ്ങുന്നത് നാളത്തെ മഗ്രിബിന്റെ സമയം മുതലാകാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച മഗ്രിബിന്റെ സമയം മുതലാകാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കണം 10 ദിവസങ്ങളിൽ രാപ്പകലുകളിൽ ചെറിയ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിലും പതുക്കെ ഓതുന്ന നമസ്കാരങ്ങൾ, ഏത് ഇബാദത്തുകളിലും നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടത് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണേ പടച്ചവനെ എന്നാണ്. അള്ളാന്റെ കരുണ ഇല്ലെങ്കിൽ എന്താ നമുക്ക്? അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയോ? ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ലോകത്തൊരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. ആ കാരുണ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ റബ്ബിനോട് 10 ദിവസവും കൈനീട്ടി യാചിക്കണമെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. 10 ദിവസം നമ്മൾ ചോദിക്കണം. നമ്മുടെ പള്ളികളിൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുമ്മ റഹംനി അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് അവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ. എത്ര വിശാലമാണ്! അല്ലാഹുവിന് ദേഷ്യം വരുമോ നമ്മളോട്? എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളോട് അല്ലാഹുവിന് ദേഷ്യം ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ സൃഷ്ടികളോട് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന ഒരാൾ റമളാനൊക്കെയാണ്, ഞാൻ ഒരു കാര്യം കൂടി പറയാം, അൽഹംദുലില്ലാ നമ്മുടെ മഹൽ എല്ലാത്തിനും മാതൃകയാണ്. ഈ പരിശുദ്ധമായ ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നു, എല്ലാത്തിനും മാതൃകയാണ്. നമ്മുടെ മഹല്ലുകളിൽ പല സ്ഥലങ്ങളിലുമുള്ള വേദനാജനകമായ കാര്യം, ആ മഹല്ലുകളിലെ പാവപ്പെട്ട ജനങ്ങളെ ഇപ്പോ ഇവിടെ ഈ മഹല്ല് പ്രഖ്യാപനം നടന്നു. ഞാൻ പറയട്ടെ, ഈ മഹല്ല് പ്രഖ്യാപനം നടക്കുമ്പോൾ കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ട് ഇന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ പോലും ഇത് ആഡ് ചെയ്ത്, ഇന്ന് മരണപ്പെട്ടു പോയ ഒരാളിനെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൃത്യമായി എത്ര തലയെണ്ണം ഈ മഹല്ലിലുണ്ട് എന്ന് ഒരൊറ്റ സ്വിച്ച് ഓണാക്കും സ്ക്രീനിൽ തെളിയത്തക്കവണ്ണം കമ്പ്യൂട്ടർവൽക്കരിച്ച് ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഇടമറകിലെ ഈ കാരൂക്കപ്പള്ളി മാതൃകയാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ചില മഹല്ലുകളിൽ ഇങ്ങനെയൊന്നും നോട്ടമില്ല. ഇത് പറയാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രചാരകനായി പോകും. ഇന്നും റമളാൻ മാസത്തിന്റെ വെള്ളിയാഴ്ചകളിൽ ഖതീബുമാരാകുമ്പോൾ, ജുമഅയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാകുമ്പോൾ എന്നെ പോലുള്ള പണ്ഡിതന്മാർ അത് അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പള്ളികളിൽ രാവിലെ 11 മണിക്ക് ജുമഅയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന സമയത്ത് കതകിൽ വന്ന് മുട്ടുന്നു. ഒരു ചെറിയ പള്ളിയിൽ നിന്ന് ഏതോ ഒരു പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരികയാണ്. ഞാൻ വേദനയോടുകൂടി പറയുകയാണ്, ഈ കേരളത്തിലെ മുഴുവൻ മഹല്ല് ഭാരവാഹികളോടും എന്റെ വിനീതമായ റിക്വസ്റ്റ് ആണിത്. ഇതേപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മഹല്ലുകളെ സംസ്കരിക്കണം, നിങ്ങളുടെ മഹല്ലുകൾ പരിശോധിക്കണം. ഈ മദീനയുടെ ഏതെങ്കിലും പ്രവിശ്യയിലൂടെ നടന്നു പോകുന്ന ഒരു കുതിരയുടെയോ ഒരു ഒട്ടകത്തിന്റെയും കാലങ്ങാനം ഏതെങ്കിലും ഒരു കുഴിയിൽ വീണുപോയാൽ, ഏതെങ്കിലും 2 പലകയുടെ ഇടയിൽ വീണുപോയാൽ, ആ കുതിരയുടെ കുളമ്പിന്റെ പേരിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ ഈ ഉമർ പിടിക്കപ്പെടുമെന്ന് പേടിച്ചു പോയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പ്രതിനിധാനം ചെയ്ത മഹല്ലിന്റെ സംരക്ഷണമാണ്, ഇമാറത്താണ് ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ പ്രവർത്തകരടക്കമുള്ള ആളുകളുടെ കൈകളിൽ അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. നിസ്സാരമാണെന്ന് കരുതരുത്. ഈ പള്ളിയിൽ ഹൗദിൽ ടാങ്കിൽ വെള്ളം തീർന്നു പോയാൽ കണ്ടവനും ഏതെങ്കിലും പോകുന്നവനും ചാടിക്കറിയിട്ട് മോട്ടറിടാൻ അനുവാദമില്ല. ഇവിടെ ഏതെങ്കിലും ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് പോകുന്നവനും വരുന്നവനും ഒന്നും ചെയ്യാനുള്ള അനുമതിയില്ല. അതിനിവിടെ പൊതുജനങ്ങളായി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയുണ്ട്. ഞാൻ ഉദാഹരണം ഇവിടെ പറയാ, ഇവിടെ കമ്മിറ്റിയിൽ അങ്ങനെ അടിയില്ല, പിടിയില്ല, ഒന്നുമില്ല. അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഒരു മഹല്ല് അല്ലാഹു അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോട്ടെ. അല്ലാഹു അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മഹല്ലുകളിൽ അങ്ങനെയാണ്. ഈ ഉത്തരവാദിത്വം അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളൊക്കെ പള്ളിയിൽ ജുമുഅയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ കതകിന് മുട്ടും, സങ്കടം തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കതക് തുറക്കുമ്പോൾ പ്രായം ചെന്ന പ്രിയപ്പെട്ട സഹോദരിമാർ
അവർക്ക് രോഗം കഠിനമായതിന്റെ പേരിൽ അവർ സ്റ്റെപ്പ് കയറി വന്നതിന്റെയോ വാഹനം ഇറങ്ങി നടന്നു വന്നതിന്റെയോ അവരുടെ ശാരീരിക ദുർബലതകൾ അവരുടെ ശരീരത്തിന്റെ ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ പ്രിയപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരി വന്നിട്ട് നമ്മളോട് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട മകളുടെ കല്യാണമാണ് ഉസ്താദേ, 10-ാം തീയതി, സഹായിക്കണം. വെള്ളിയാഴ്ച റമളാൻ ആയതുകൊണ്ട് ഇറങ്ങിയതാണ്, നിങ്ങൾ സഹായിക്കണം. ഇതാ എന്റെ പള്ളിയിലെ സർട്ടിഫിക്കറ്റ് ആണ്. എന്താ കൈയിരിക്കുന്നതെന്നറിയോ? നാണമുണ്ടോ ഇങ്ങനത്തെ കമ്മിറ്റിക്കാർക്ക്? നാണമുണ്ടോ ഇങ്ങനത്തെ മഹല്ല് ഭാരവാഹികൾക്ക്? അള്ളാഹുവിന്റെ പള്ളിയുടെ ഫാനിന്റെ കാറ്റിന്റെ കീഴിൽ അള്ളാന്റെ പള്ളിയുടെ കസേരയിൽ നിന്നിട്ട് അള്ളാന്റെ പള്ളിയുടെ ലൈറ്റിന്റെ പ്രകാശത്തിൽ ഒപ്പ് വെച്ചു കൊടുക്കുകയാണ്. ഈ വരുന്നത് എന്റെ മഹല്ലിലെ അംഗമാണ്, തെണ്ടാൻ അർഹതയുണ്ടെന്ന് ഞാനും സെക്രട്ടറിയും ഇതാ വാസ്തവീകരിച്ചിരിക്കുന്നു. ഒപ്പ് നീട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കുക. പ്രസിഡന്റ് സെക്രട്ടറി ഒരു സീലങ്ങ് വെച്ചു കൊടുത്തിട്ട് തെണ്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുകയാ. ഓരോ മഹല്ലും ആ മഹല്ലിലെ പാവപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് പണക്കാരനോട് നിർബന്ധിച്ച് ഇമാമിനെ കൊണ്ട് വെള്ളിയാഴ്ച സക്കാത്തിനെ പറ്റി പ്രസംഗിപ്പിച്ച്, ഇല്ലെങ്കിൽ ഈ മുഴുവൻ സ്വത്തും ഈ സമ്പത്ത് മുഴുവനും മാലയായി അല്ലാഹു നിന്റെ കഴുത്തിൽ പാമ്പായി ശുജാഉൽ അഖ്റ എന്ന കശണ്ടിക്കാരനായ ധീരനം നടത്തും വരുന്ന വിശത്തിന്റെ കാഠിന്യം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, ശുജാ എന്ന് പറഞ്ഞാൽ ധീരനാണ്, അഖ്റ എന്ന് പറഞ്ഞാൽ കശണ്ടി എന്നാണ്. കശണ്ടി എന്ന് പറഞ്ഞാൽ ആ പാമ്പിന്റെ വിഷത്തിന്റെ കാഠിന്യത്തിന്റെ പേരിൽ തന്നെ അതിന്റെ ശരീരത്തിൽ ഒരു ശകലം ഒരു രോമം പോലും കിളിക്കുന്നില്ല. ധീരനായ പാമ്പ്. ഈ പാമ്പിന്റെ കോലത്തിൽ മുഴുവൻ സ്വത്തിനെയും അല്ലാഹു മാലയാക്കി നിന്റെ കഴുത്തിൽ അണിഞ്ഞിട്ട് അതിങ്ങനെ നിന്നെ കൊത്തും. എന്നിട്ട് പറയും, ഹാദാ കൻസുക ഹാദാ മാലുക, ഇത് നിന്റെ ധനമാണ്, നിന്റെ നിധിയാണെന്ന് പറഞ്ഞിട്ട് നരകത്തിലെ കഠിനമായ ഭീകരമായ ശിക്ഷ മുഴുവൻ സമ്പന്ന വരേണ്യ വർഗവും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ആ നാട്ടുകാരെ മുഴുവനും ഈ വിഷയം ഗൗരവത്തിലെടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് മഹല്ല് കമ്മിറ്റിക്കാർ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കണം.